ഇന്ത്യ മണ്ണ് നമ്മൾ കണ്ടു, ഇന്നലെ രാത്രിയെ കണ്ടുള്ളൂ ഇന്ത്യ മണ്ണ്. കംബാക്ക് ഇന്ത്യ. നല്ല പടം കാണാൻ. വലിയ പ്രതീക്ഷയില്ല. നന്നായിട്ട് വളരെ നല്ല സിനിമ. കറക്ഷൻസ് ഒഴിയണമെങ്കിൽ ഓരോ വീട്ടിൽ നിന്നും തുടങ്ങണം എന്നുള്ള മെസ്സേജ്, നല്ല മെസ്സേജാണ്. സൂപ്പർ സിനിമ. സൂപ്പർ, നല്ല സിനിമ. നന്നായിരുന്നു. അനിരുദ്ധ റഹ്മാന്റെ അത്ര നന്നായി ചെയ്തിരുന്നു. ഓക്കെ, ഗുഡ് മൂവി, അടിപൊളി. നല്ല മെസ്സേജുകൾ കാര്യങ്ങളെല്ലാം ആയിട്ട്. ഇല്ല അതൊന്നുമില്ല, അതൊന്നും കണ്ടില്ല. പടം സെക്കൻഡ് ഹാഫ് അടിപൊളി. തേർഡ് പൊളിച്ചട്ടിക്ക് നല്ല സ്റ്റോറി, പക്ക പൊളിച്ചട്ടി, പാട്ടും എല്ലാം കൊണ്ടും അത് പറയേണ്ട ആവശ്യമില്ല, രക്ഷയില്ല, പൊളിച്ചത്. വെയിറ്റിംഗ്. കുഴപ്പമില്ല, കമലഹാസനൊക്കെ നല്ലതാണ്. അത്രയ്ക്ക് വന്നില്ല, പോരാ. സൂപ്പർ, ഒന്നും പറയാനില്ല. കമൽ സാർ അത്ഭുത പ്രകടനമാണ്. ശങ്കർ സാറിൻ്റെ മികച്ച ഡയറക്ഷനാണ്. ഈ വർഷത്തെ വലിയൊരു ഹിറ്റായി ഇന്ത്യൻ 2 മാറും, സംശയമില്ല. വലിയ മോശമൊന്നും പറയാനില്ല. ഒന്നും കാണാം, കൈറമ്മമാരും മറ്റേ ഇതുമാതിരി ഒന്നുമില്ല. കമലഹാസൻ വന്നില്ല, എന്നാലും ഒന്ന് കാണാം. ഈ വയസ്സ് അഭിനയം ഒക്കെ പറയുന്നത് ഒരു കഴിവ് തന്നെയാണ്. പടം കുഴപ്പമില്ല, സൂപ്പർ പടം. അടിപൊളി. നമ്മുടെ ഇന്ത്യ പോലെ ആവണം, ആയാ നല്ലത്. സൂപ്പർ നന്നായിട്ട് കാണാം കേട്ടോ, കുഴപ്പമില്ല. ഇന്ത്യൻ അടിപൊളി, സൂപ്പർ അടിപൊളി. സൂപ്പർ ഇന്ത്യൻ ബാക്ക്. ക്ലൈമാക്സ് പൊളി. പടം നന്നായിട്ടുണ്ട്, നല്ല സൂപ്പറായിട്ട് കുഴപ്പമില്ല. സൂപ്പറായിട്ട്. ശങ്കർ മാജിക് പടം അടിപൊളി. ഇതിന്റെ 3-ാം ഭാഗം കുറച്ചുകൂടെ നന്നായിട്ടുണ്ടാകുന്നു. കുഴപ്പമില്ല, നന്നായി. സൂപ്പർ. ഓക്കെ, സൂപ്പർ. കംബാക്ക് ഇന്ത്യ. നല്ല പടം കാണാം. നന്നായിരുന്നു. കാണാം, അടിപൊളി. ഗോ ബാക്ക് ഇന്ത്യ. നല്ല പടമാണ്. നശിപ്പിച്ച് ഇന്ത്യ മണ്ണിനെ നശിപ്പിച്ച്. അടിപൊളിയല്ലേ, സൂപ്പർ. കുഴപ്പമില്ല, സൂപ്പർ. പടം നന്നായിട്ടുണ്ട്, കുഴപ്പമില്ല. ഇനിയിപ്പോൾ അത് കണ്ടാലേ ക്ലിയർ ആയിട്ട് അറിയുള്ളൂ. നന്നായിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് നന്നായിട്ടുള്ളത്. ഫസ്റ്റ് ഹാഫിനൂടെ സെക്കൻഡ് ഹാഫ് നന്നായിട്ടുണ്ട്. കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. ഹിറ്റാവും. മൂവി കൊള്ളാം. നമ്മളെ എക്സ്പെക്റ്റേഷന് പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ശങ്കറിൻ്റെ മൂവി എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായാലും അതിൽ എന്തെങ്കിലും ഒരു ഹിൻഡ് ഉണ്ടാവുമല്ലോ. അതിന് ശങ്കറിൻ്റെ മൂവി എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേകതയായിട്ടുള്ള നമുക്ക് വേർപെട്ട് അറിയാൻ കഴിയും. അത് ഈ മൂവിയിലും ഉണ്ട്. നമുക്ക് ഇതുവരെ കാണാത്ത പല സീൻസും എല്ലാത്തിലും, നമ്മൾ ഐയിലാണെങ്കിലും എந்திരൻ 2-ലാണെങ്കിലും എந்திരൻ 1-ലാണെങ്കിലും അതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ ഇതിലും ഉണ്ട്. ഇത് ഒരു സെൻറ്റിമെൻ്റൽ മൂവിയാണ്. തേർഡ് പാർട്ടാണ് വാർമൂഡ്. അതിൽ പ്രത്യേകം പോകുമ്പോൾ ട്രെയിലർ ഉണ്ടായിരുന്നു തേർഡ് പാർട്ടിൻ്റെ. അപ്പോൾ ആ തേർഡ് പാർട്ടിൻ്റെ ഇന്ത്യ മണ്ണ് നമ്മൾ കണ്ടു, ഇന്നലെ രാത്രിയെ കണ്ടുള്ളൂ ഇന്ത്യ മണ്ണ്. അനിരുദ്ധ് നല്ല രീതിയിൽ മ്യൂസിക് ചെയ്തിട്ടുണ്ട്. ഇതിൽ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. തേർഡ് പാർട്ടിന്റെ റിലീസിന്റെ കാര്യം പറഞ്ഞു പറഞ്ഞിട്ടുണ്ട്. 2025 ആണ് വരുന്നത്. അത് വാർമൂഡായിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞിട്ടാണ് അതിൽ ഫുള്ളായിട്ട് ആ ഒരു തീം തന്നെ കാണിച്ചിരിക്കുന്നത്. പടം കൊള്ളാം, കാണാം. കുഴപ്പമില്ല, കാണാം. ഇന്റർവ്യൂവിന് ശേഷം അടിപൊളിയായിട്ട് അടിപൊളി സൂപ്പർ അടിയുണ്ട്. പടം കമലഹാസൻ പണ്ടത്തെ ഇന്ത്യൻ ആയിരത്തിന് അഭിപ്രായം പറയാനല്ലോ ചേട്ടാ, കാണുക തന്നെ വേണം. തകർത്തെന്ന് പറഞ്ഞ പോരാ, മ്യൂസിക് ഒക്കെ തകർത്ത് പറ്റുന്നത് എല്ലാം ഗ്രാൻഡ് ആയിട്ട്. ഇല്ല അതൊന്നുമില്ല. തേർഡ് പാർട്ട് വരാൻ സാധ്യതയുണ്ട്. ക്ലൈമാക്സ് ഒന്നുകൂടെ കനമാക്കായിരുന്നു, പക്ഷെ കുഴപ്പമില്ല. തീർച്ചയായും കൺഫേം ആയിട്ട് തിരിച്ചു വരും. സൂപ്പറായിട്ടുണ്ട്.